ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് 2025 കടന്നു വന്നു. മാറ്റങ്ങളൊന്നുമില്ലാതെ 2025 വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 2026 അതുപോലെ ആവാതിരിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ശീലിച്ച് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നെഗറ്റീവായ ചിന്തകളിലൂടെ കടന്നു പോകുക എന്നുള്ളത്. ഓക്കെ, അത് നമ്മുടെ തെറ്റല്ല. നമ്മൾ അങ്ങനെ ഒരു മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് കരുതി നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ വെക്കുക എന്നുള്ളത് നമ്മൾ ശീലിച്ചു പോയതാണ്. ഓക്കെ, അതിൽ നിന്നൊരു മാറ്റം നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നതും പോസിറ്റീവായിരിക്കും എന്നതൊക്കെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് ചിന്താഗതിയെ നമുക്ക് എങ്ങനെ പോസിറ്റീവിലേക്ക് മാറ്റാം എന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് ആകെ കൂടെ വേണ്ടത് ഒരു ബുക്കും ഒരു പെന്നുമാണ്. ഇനി അതല്ല പേപ്പറാണെങ്കിൽ പേപ്പറും ഒരു പെന്നുമാണ് നിങ്ങൾക്ക് ആകെ വേണ്ടത്. രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ബുക്കിൽ ആദ്യ പേജിൽ അന്നത്തെ ദിവസം നടന്ന പോസിറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യാം. രണ്ടാമത്തെ പേജിൽ അന്ന് നടന്ന നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യാം. മൂന്നാമത്തെ പേജാണ് നിങ്ങൾ കുറച്ച് ക്രൂഷ്യലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരിക. ആ പേജിൽ നിങ്ങൾ എഴുതേണ്ടത്, രണ്ടാമത്തെ പേജിൽ നിങ്ങൾ എഴുതിയ നെഗറ്റീവ് കാര്യങ്ങളില്ലേ, ആ നെഗറ്റീവ് കാര്യങ്ങളെ എങ്ങനെ പോസിറ്റീവിലേക്ക് മാറ്റി എഴുതാം. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ഫോൺ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ നിങ്ങൾ മോർണിംഗ് നന്നായിട്ട് കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റി എഴുതാം. എങ്ങനെ? കുഞ്ഞിനെ വഴക്ക് പറയേണ്ടിയിരുന്നില്ല, കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന രീതിക്ക് നിങ്ങൾക്കതിനെ മാറ്റി എഴുതാം. അത് പോസിറ്റീവായ ചിന്തയാണ്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ രാവിലെ അങ്ങനൊരു നെഗറ്റീവായ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ലായിരുന്നു. ശരിയല്ലേ? അങ്ങനെ നിങ്ങൾ മാറ്റി എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഈ നെഗറ്റീവ് എഴുതുന്ന പേജിൽ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പേജിലേക്ക് ഇത് മാറ്റി എഴുതാനും ഉണ്ടായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ 100% നിങ്ങളോട് നീതി പുലർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴോട്ട് തന്നെയും ആ നെഗറ്റീവ് എന്ന പേജിലെ കണ്ടൻറ്റ് കുറഞ്ഞു വരാൻ തുടങ്ങും. ആ പേജ് കണ്ടൻറ്റ് കുറയുന്നതോടൊപ്പം തന്നെ മൂന്നാമത്തെ പേജിലെ കണ്ടൻറ്റും കുറയും. കാരണം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളിൽ പോസിറ്റീവ് കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ആക്കേണ്ടതില്ല. എഴുതാതെ തന്നെ നിങ്ങളുടെ മനസ്സ് അത് കറക്റ്റ്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ തലച്ചോറും അത് കറക്റ്റായിട്ട് നിങ്ങളെ ചെയ്യിപ്പിക്കും. മനസ്സിലായോ? നമ്മൾ ഒരുപാട് വർഷം ശീലിച്ച കാര്യമായതുകൊണ്ടാണ് ഇതിനെ നിങ്ങൾ എഴുതി തന്നെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്തൊരു കാര്യം ചെയ്യാനിറങ്ങുമ്പോഴും നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ആ നെഗറ്റീവ് ചിന്താഗതി നിങ്ങളെ വിട്ട് പൂർണ്ണമായും പോകും. അതാണ് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ആദ്യ പടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് എഴുതണോ എന്ന് ചോദിക്കുന്നവരോട് ഒരു ഉത്തരമാണ്, നിങ്ങൾ മെഡിറ്റേഷൻ 1 മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ 60 സെക്കൻഡും നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എഴുതേണ്ടതില്ല, നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് എഴുതി തന്നെ ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും എന്നത് 100% ഉറപ്പാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. എന്തെങ്കിലും സംശയങ്ങൾ ഇതിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.